ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ഒത്തിരി പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് സയൻസ് ചോദിച്ച 2025-ലും 2024-ലെയും ചോദിച്ച ചോദ്യങ്ങളുടെ കണക്റ്റഡ് ഫാക്ട്സുമായിട്ടാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. അതും ബയോളജി ഓരോ സെക്ഷനായിട്ട് തരുമ്പം നിങ്ങൾക്ക് ആ പ്രധാനപ്പെട്ട പോയിന്റുകൾ അങ്ങ് കിട്ടുമല്ലോ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കുക. പരീക്ഷകൾ വരാൻ പോകുന്ന കട്ടക്കിരിക്കുക. ഈ ഒരു 2 മാസം വേറെ ഒന്നും ചിന്തിക്കരുത്. മുന്നിലോട്ട് വരുന്ന യാത്രകളും ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ അടുത്ത വർഷമുണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ആ സന്തോഷങ്ങളൊന്ന് മാറ്റിവെച്ചാൽ ജീവിതകാലം മൊത്തം സന്തോഷിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് തരിക. അല്ലാതെ ഇന്ന് ഉത്സവത്തിന് പോയെന്നും വെച്ച് നാളെ കുറച്ച് കൂടുതൽ പഠിക്കാം എന്ന് വേണ്ട. ഈ വർഷത്തെ ഉത്സവം കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, സ്വന്തം നാട്ടിലെ ഉത്സവം കാണുക. അല്ലാതെ എൻ്റെ കൂട്ടുകാരൻ്റെയും പോയി കൂട്ടുകാരിയുടെയും പോയി എല്ലാവരെയും പോയി എന്ന് പറഞ്ഞ് പോവുകയാണെങ്കിൽ ആ ദിവസങ്ങൾ പോകത്തേ ഉള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ എന്ത് ചെയ്യുക, ഇപ്പം ഫ്രീ ആയിട്ട് വീട്ടിൽ ഇരുന്ന് അങ്ങ് പഠിക്കുക. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത്? ഇനിയും വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കണമെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ലല്ലോ. ഈ വരുന്ന പരീക്ഷ ഇപ്പം വയസ്സും കൂട്ടി തന്നു. നിങ്ങൾക്കിപ്പം വയസ്സ് 36 വയസ്സിൽ നിന്ന് 40 വയസ്സ് വരെ എഴുതാം. പക്ഷേ 40 വയസ്സ് വരെ എഴുതാൻ നിൽക്കുകയാണോ? പിന്നെ എന്ത് കാര്യം ഇവിടെ? എന്തോ കാര്യം ഇത്രയും വർഷം കൊണ്ട് ഇങ്ങനെ PSC എന്ന് പറഞ്ഞ് ബുക്ക് ഇരിക്കുകയാണോ? 1-2 വർഷം കൊണ്ട് പഠിക്കുക. കിട്ടിയില്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. ഈ കിട്ടാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രീതി ശരിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ പഠിക്കുന്ന ഫ്ലോ, നിങ്ങൾ ചെയ്യുന്ന ഫ്ലോ, നിങ്ങളുടെ സിലബസ് അനുസരിച്ച് റിവിഷൻ ഇല്ല, പോരായ്മയായിരിക്കും. റിവിഷൻ്റെ പോരായ്മ കൊണ്ട് പല ഭാഗവും മറന്നു പോകും. കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യത്തില്ല. എന്തൊക്കെയോ വായിക്കുന്നു, ഏതൊക്കെയോ പോകുന്നു, പിന്നെ പരീക്ഷ അടുക്കുമ്പം എടുത്തു വെച്ച് വായിക്കുന്നു. ഇതാ കറണ്ട് അഫേഴ്സിൽ നിങ്ങൾക്ക് മാർക്ക് പോകുന്നു. ആരോഗ്യക്ഷേമ പദ്ധതികൾ നിങ്ങൾ നല്ലോണം പഠിച്ചു കാണത്തില്ല. അതുപോലെ ഇതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സുകൾ റിവിഷൻ നടത്തി കാണത്തില്ല. വർഷങ്ങൾ പലതും ഇപ്പം കേരള പ്രക്ഷോഭം, കേരളത്തിലെ നവോത്ഥാന സംഘടനകൾ, ഇതൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ വർഷങ്ങളും കൂടെ കണക്ട് ചെയ്ത് പറയത്തില്ല. ഇതൊക്കെയാണ് മെയിൻ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ. ചുമ്മാ എന്നും ബുക്ക് എടുത്ത് വെച്ച് പഠിക്കുന്നു, നോട്ടുകൾ തീരുന്നു, ഹിസ്റ്ററി, ജോഗ്രഫി, ഭരണഘടന, ഇതാർക്കും പഠിക്കാം. പക്ഷേ പരീക്ഷയോട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ റിവിഷൻ, പല ഹോട്ട് ടോപ്പിക്സുകൾ റിവിഷൻ വീണ്ടും കൊണ്ടുവന്നോ. അതുപോലെ ശനി ഞായർ മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ മാർക്ക് കിട്ടുന്നുണ്ട്. പല ഭാഗങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ ഇന്ന ഭാഗം പഠിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തുമ്പം അത് പോയി ആ ആഴ്ച തന്നെ പഠിച്ചു തീർക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സെറ്റാക്കുന്നത്. സ്കൂൾ ടെസ്റ്റ് റിവിഷൻ ആക്കുന്നു, പുതിയ സ്കൂൾ ടെസ്റ്റും പഴയ ടെസ്റ്റും ഒന്നും കൂടെ ഒന്ന് നോക്കുന്നു, പുതിയ സ്കൂൾ ടെസ്റ്റ് ഓർഡറിൽ പഠിക്കുന്നു. ഇതൊക്കെ വേണം. അല്ലാതെ ഇല്ല സാറ് നോട്ട് കുറച്ച് തരുമ്പോൾ അത് മാത്രമേ ഞാൻ പഠിക്കുന്നു പറഞ്ഞാൽ ലിസ്റ്റ് വരും. ഒരിക്കലും ഇല്ല. ഇപ്പം എൻ്റെ നോട്ട് മാത്രം പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന സാറിൻ്റെ നോട്ട് മാത്രം പഠിച്ചു എന്നൊന്നും പറഞ്ഞു ഒരാൾക്കും ജോലി കിട്ടില്ല. കാരണം എന്താ? അദ്ദേഹത്തിനൊന്നും മൊത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓരോ ഓൺലൈനിൽ ഒരു പരിധി ഇല്ലയോടെ. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ചെവി കയറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഓർഡറിൽ, കറക്റ്റ് ഓർഡറിൽ ഹിസ്റ്ററിയുടെ എന്തൊക്കെ, ജോഗ്രഫിയുടെ എന്തൊക്കെ, അതൊക്കെ പഠിച്ചു തീർത്തോ, അതിന് റിവിഷൻ കൊണ്ടുവന്നോ, ഇന്ന ദിവസം റിവിഷൻ അടുപ്പിച്ച് തന്നെ റിവിഷൻ കൊണ്ടുവന്നോണം. അല്ലെങ്കിൽ പെട്ടുപോകും നിങ്ങൾ കേട്ടോ. അപ്പം മുന്നോട്ട് പോകും. വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ വർഷത്തെ ജോലി നിങ്ങളുടെ ആയിരിക്കണം. നിങ്ങൾക്കായിരിക്കണം ആ പേര്. അഭിമാനത്തോടു കൂടി ആ റാങ്ക് ലിസ്റ്റിൽ വരണം. നിങ്ങളുടെ മുമ്പിൽ പരീക്ഷകളാണ്. ഈ വർഷം പഠിക്കുന്ന, അടുത്ത വർഷം LGS ഉണ്ട്, LDC ഉണ്ട്. ഈ വർഷത്തെ കട്ടയ്ക്ക് പഠിക്കുന്നത് അടുത്ത വർഷം വളരെ സിമ്പിളായിട്ട് ടോപ്പിക്ക് അങ്ങ് പഠിച്ചു തീർക്കുകയും ചെയ്യും. ഏറ്റവും നല്ല റാങ്കിലും വരികയും ചെയ്യും. അതുകൊണ്ട് അങ്ങോട്ട് പോവുക. ഓക്കെ, ഇന്ന് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളിലേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാൽ ചോദിക്കും പാർട്ട് 1 ഉള്ളൂ, പാർട്ട് 2 ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ആദ്യം കേൾക്കേണ്ടത് നിങ്ങളുടെ പോർഷനിലേക്കാണ്. നമ്മുടെ കോശം കണ്ടെത്തിയതാര്, കോശം മർമ്മം കണ്ടെത്തിയതാര്, ജീവനുള്ള കോശം കണ്ടെത്തിയതാര്, സസ്യകോശം കണ്ടെത്തിയതാര്, ജന്തുകോശം കണ്ടെത്തിയതാര്. ഈ 5 ചോദ്യമാണ് കോശവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയത്. ഒന്നുകൂടെ, കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്കാണ്. കോശം കണ്ടെത്തിയതാരാണ്? റോബർട്ട് ഹുക്ക്. കോശ കേന്ദ്രം കണ്ടെത്തി അതിനെ മർമ്മം എന്ന്, ന്യൂക്ലിയസ് എന്ന് വിളിച്ചത് റോബർട്ട് ബ്രൗൺ ആണ്. അപ്പൊ കോശം കണ്ടെത്തിയതാരാണ്? റോബർട്ട് ഹുക്കാണ്. അതിനെ കോശത്തിന്റെ കേന്ദ്രം കണ്ടെത്തിയത് മർമ്മം എന്ന് വിളിച്ചതാരാണ്? റോബർട്ട് ബ്രൗൺ. 2 റോബർട്ടാണ്. ഇനി ജീവനുള്ള കോശം കണ്ടെത്തിയതാര്? മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി ജീവനുള്ള കോശം കണ്ടെത്തിയത് ആന്റവാൻ ലുവൻ ഹുക്കാണ്. ആന്റവാൻ ലുവൻ ഹുക്ക്. 3 പേര് പഠിച്ചേ. ഒന്നുകൂടെ പറ. കോശം കണ്ടെത്തിയത് റോബർട്ട് ഹുക്ക്, കോശ കേന്ദ്രത്തെ കണ്ടെത്തി അതിനെ കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയതാര്? റോബർട്ട് ബ്രൗൺ. ജീവനുള്ള കോശം കണ്ടെത്തിയതാര്? ആന്റവാൻ ലുവൻ ഹുക്ക്. 3 എണ്ണം പഠിച്ചേ. ഇനി 2 എണ്ണം ഏതാണ്? ഈ കോശത്തിനെ 2 ആക്കി മാറ്റി, സസ്യകോശമെന്നും ജന്തുകോശമെന്നും. കോശത്തിനെ 2 ആക്കി മാറ്റി. ഏതൊക്കെയാ? സസ്യകോശമെന്നും ജന്തുകോശമെന്നും. സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡനും ജന്തുകോശം കണ്ടെത്തിയത് തിയോഡോ ഷാനുമാണ്. സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡനും ജന്തുകോശം കണ്ടെത്തിയതാരാ? തിയോഡോ ഷാൻ. സെറ്റാണോ? സെറ്റാണ്. ഓക്കെ, അപ്പൊ 5 എണ്ണവും കഴിഞ്ഞു. ഏതൊക്കെയാ? കോശം കണ്ടെത്തിയത്
റോബർട്ട് ഹുക്ക്. കോശകേന്ദ്രം കണ്ടെത്തി കോശമർമ്മം കണ്ടെത്തിയത് റോബർട്ട് ബ്രൗണ്. ജീവനുള്ള കോശം കണ്ടെത്തിയത് ആൻഡവാൻ ലുവൻ ഹുക്ക്. സസ്യകോശം കണ്ടെത്തിയത് MJ സ്ലീഡനും. ജന്തുകോശം കണ്ടെത്തിയത് തിയോഡോഷാനും. സെറ്റാണ്. അപ്പം കോശവുമായി ബന്ധപ്പെട്ടത് നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും ഈ കോശത്തെക്കുറിച്ചുള്ള പഠനമാണ് സൈറ്റോളജി. സൈറ്റോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? സെല്ല്, കോശത്തിന്റെ ഇംഗ്ലീഷിൽ സെല്ല് ചെറിയ മുറി എന്നതാണ്. സെല്ല് എന്ന് പറഞ്ഞാൽ ചെറിയ മുറി എന്നതാണ്. അപ്പൊ കോശത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ്? സൈറ്റോളജി എന്ന് വിളിക്കുന്നത്. ഇനി കോശത്തിന്റെ വിശേഷണങ്ങളിലേക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി ആരാണ്? കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്ന് വിളിക്കുന്നത് റൈബോസോമിനെയാണ്. അപ്പോൾ കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി ആരാണ്? റൈബോസോം. കോശത്തിൻ്റെ മാംസ്യ നിർമ്മാണ കേന്ദ്രം. അടുത്തത് കോശത്തിൻ്റെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് മൈറ്റോകോൺഡ്രിയോണയാണ്. കോശത്തിൻ്റെ പവർ ഹൗസ് ആരാണ്? മൈറ്റോകോൺഡ്രിയോണാണ്. കോശത്തിൻ്റെ എനർജി കറൻസി എന്ന് വിളിക്കുന്നത് ATP ആണ്. ATP, അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ്. അപ്പോൾ 3 എണ്ണം പഠിച്ചു. ഏതൊക്കെയാ? കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം, കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയോൺ, കോശത്തിന്റെ എനർജി കറൻസി ഊർജ്ജ നിലയം എന്ന് വിളിക്കുന്നത് എനർജി നാണയം, ഊർജ്ജ നാണയം എന്ന് വിളിക്കുന്നത് ആരെയാണ്? ATP, അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ്. ഇനിയുണ്ട് കോശത്തിന്റെ ആത്മഹത്യാ സഞ്ചികൾ ആരെയെന്ന് ചോദിച്ചിട്ടുണ്ട്. കോശത്തിന്റെ ആത്മഹത്യാ സഞ്ചികൾ ലൈസോസോം ആണ്. കോശത്തിന്റെ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കുന്നത് ആരെയാണ്? ലൈസോസോം ആണ്. ഇനി കോശത്തിന് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ട് കോശത്തിന്റെ ട്രാഫിക് പോലീസുകാർ എന്ന് വിളിക്കുന്നത് ആരെ? കോശത്തിന്റെ ട്രാഫിക് പോലീസുകാർ എന്ന് വിളിക്കുന്നത് ഗോൾജി കോംപ്ലക്സിനെയാണ്. കോശത്തിന്റെ ട്രാഫിക് പോലീസുകാരാണ് ഗോൾജി കോംപ്ലക്സ്. ഇനിയുണ്ട് കോശാസ്ഥികൂടം അല്ലെങ്കിൽ കോശത്തിന്റെ സഞ്ചാരപാത എന്ന് വിളിക്കുന്നത് ആരെ? കോശാസ്ഥികൂടം അഥവാ കോശത്തിന്റെ സഞ്ചാരപാത എന്ന് വിളിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അഥവാ അന്തർദ്രവ്യ ജാലിക. ഏതൊക്കെ പഠിച്ചു? ഒന്നുകൂടെ പറഞ്ഞേ. കോശത്തിന്റെ പ്രോട്ടീൻ ഫാക്ടറി റൈബോസോം, കോശത്തിന്റെ പവർ ഹൗസ് മൈറ്റോകോൺഡ്രിയോൺ, കോശത്തിന്റെ എനർജി കറൻസി ATP അഥവാ അഡിനോസിൻ ഡ്രൈ ഫോസ്ഫേറ്റ്, കോശത്തിന്റെ ട്രാഫിക് പോലീസുകാർ ഗോൾജി കോംപ്ലക്സ്, കോശത്തിന്റെ സഞ്ചാരപാത അഥവാ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നത് നമ്മുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, കോശത്തിന്റെ ആത്മഹത്യാ സഞ്ചികൾ എന്ന് വിളിക്കുന്നത് നമ്മളെ ലൈസോസോമാണ്. സെറ്റായേ? അപ്പൊ കോശത്തിന്റെ വിശേഷണങ്ങളും നമ്മൾ പഠിച്ചു അല്ലേ? കോശത്തിന്റെ വിശേഷണങ്ങളും നമ്മൾ ഒരുവിധം പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് വരാം. ഈ നമ്മുടെ ശരീരത്ത് പേശിയുണ്ട്, അസ്ഥിയുണ്ട്. ശരിയാണല്ലോ? നമ്മുടെ ശരീരത്ത് പേശികളുണ്ട്, അസ്ഥികളുണ്ട്. അസ്ഥികൾ 206, പേശികൾ 639 നമുക്കറിയാം. ഈ പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ആളിനെ ടെൻഡനുകൾ എന്നാണ് വിളിക്കുന്നത്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന ആളിനെ എന്ത് വിളിക്കാതെ? ടെൻഡനുകൾ. ടെൻഡനുകൾ. ഇനി ഈ അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് പോകുന്ന ആൾക്കളെ സ്നായുക്കൾ എന്ന് വിളിക്കാം. ഒന്നും കൂടെ പറഞ്ഞേ. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്നത് ആരാണ്? ടെൻഡനുകൾ. ടെൻഡനുകൾ. അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിച്ച് പോകുന്നത് ആരാണ്? സ്നായുക്കൾ എന്ന് വിളിക്കാം അല്ലെ? അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓസ്റ്റിയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഏതാണ്? ഓസ്റ്റിയോളജി. പേശികളെ കുറിച്ചുള്ള പഠനമോ? മയോളജി. അസ്ഥികളെ കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി, പേശികളെ കുറിച്ചുള്ള പഠനം മയോളജി. അപ്പൊ അസ്ഥിയും പേശിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ടെൻഡനുകൾ, അസ്ഥികളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായുക്കളും നമ്മൾ പഠിച്ചു. സ്നായുക്കളും. അടുത്ത നമ്മൾ ചോദ്യത്തിലേക്ക് വരാം. ഈ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരാ? ഹീമോഗ്ലോബിൻ ആണ് അല്ലേ? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? ഹീമോഗ്ലോബിൻ. രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്നത് ആരാ? ഹീമോസയാനിൻ ആണ്. അപ്പോൾ ഹീമോഗ്ലോബിനും ഉണ്ട്, ഹീമോസയാനിനും ഉണ്ട്. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണെങ്കിൽ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്നത് ആരാണ്? അതാരെന്ന് വെച്ചാൽ ഹീമോസയാനിൻ ആണ്. ഈ ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്നതാണ് ഇരുമ്പ്. ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ? ഇരുമ്പ്. അപ്പോൾ ഹീമോസയാനിൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പാണ്. ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ഇരുമ്പ്. ഹീമോസയാനിൽ അടങ്ങിയിരിക്കുന്നത് ഏതാണ്? ചെമ്പാണ്. ചെമ്പ് 26 അല്ലേ ഇരുമ്പിന്റെ അറ്റോമിക നമ്പർ? ഇരുമ്പിന്റെ അറ്റോമിക നമ്പർ 26. ചെമ്പ് 29 ആണ്. 29 ആണ് ചെമ്പിന്റെ അറ്റോമിക നമ്പർ അല്ലേ? ഇരുമ്പിന്റെ അല്ലെ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അയിരുകൾ. ഇരുമ്പിന്റെ 2 അയിരുകൾ ചോദിച്ചാൽ ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റുമാണ്. ചെമ്പിന്റെ മാലക്കൈറ്റ് ഒക്കെ, ചാൽക്കോലൈറ്റ്, മാലക്കൈറ്റ് അതൊക്കെ ചെമ്പിന്റെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഹീമോഗ്ലോബിൻ ഏതാണ്? ഇരുമ്പാണ്. ഈ ഇരുമ്പിന്റെ കുറവ് മൂലം
മൂലം ഉണ്ടാവുന്ന ഒരു രോഗമല്ലേ അനീമിയ. രക്തത്തിൽ ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? അനീമിയ, വിളർച്ച എന്ന് കേട്ടിട്ടില്ലേ? നമുക്ക് പലതരം അനീമിയ ഉണ്ട്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ, പെർനീഷ്യസ് അനീമിയ, മൈക്കോസൈറ്റിക് അനീമിയ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇരുമ്പിന്റെ അഭാവം മൂലം ശരീരത്തിനുണ്ടാവുന്ന രോഗം ഏതാണ്? വിളർച്ച അഥവാ അനീമിയ. അപ്പോൾ നീലയും പച്ചയും നിറം നൽകുന്നത് ഹീമോസയാനിലാണ്. ഹീമോസയാനിലാണ് കാണുന്ന ലോഹം ഏതാണ്? ചെമ്പാണ്. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള കോശം ഏതെന്ന് ചോദിച്ചാൽ രക്തകോശങ്ങളാണ് അല്ലേ? രക്തകോശം, 2 രക്തകോശമുണ്ട്. ഏതൊക്കെയാ? അരുണ രക്താണുക്കളും ഉണ്ട്. ഏതാണ്? ശ്വേത രക്താണുക്കളുണ്ട്. ചുവന്ന രക്താണുക്കളും ഉണ്ട്, ശ്വേത രക്താണുക്കൾ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കോശങ്ങൾ ഏതാണ്? രക്താണുക്കളാണ്. ഏതൊക്കെ രക്താണുക്കളാണ്? അരുണ രക്താണുക്കളും ശ്വേത രക്താണുക്കളും ഉണ്ട്. ദാണ്ട വരുന്ന വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്ക്. അരുണ രക്താണുക്കളുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് അരുണ രക്താണുവാണ്. ഇതിന് 120 ദിവസമാണ് ആയുർദൈർഘ്യം. അരുണ രക്താണുക്കളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 120 ദിവസമാണ്. എറിത്രോസൈറ്റ്സ് എന്നാണ് അരുണ രക്താണു. എറിത്രോ എറിച്ചു നിൽക്കുന്നത് ഏത് കളറാ? ചുവപ്പ് കളറല്ലേ എറിച്ചു നിൽക്കുന്നത്? എറിത്രോസൈറ്റ് ആണ് അരുണ രക്താണുവിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്ന് വിളിക്കുന്ന നമ്മുടെ ശരീരത്തിലെ അവയവമാണ് പ്ലീഹ. അരുണ രക്താണുക്കളുടെ ശവപ്പറമ്പ് ഏതാണ്? പ്ലീഹയാണ്. ഇതാ വരുന്ന അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ. ഇതിപ്പോ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളൂ. രക്തത്തിൽ വാതക വിനിമയത്തെ സഹായിക്കുന്ന കോശമാണ് അരുണ രക്താണുക്കൾ. വാതക വിനിമയം, ഈ പോയിന്റ് തെറ്റരുതേ. വാതക വിനിമയത്തെ സഹായിക്കുന്ന കോശം ഏതാണ്? അരുണ രക്താണുക്കൾ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് പോളിസൈത്തീമിയ. അരുണ രക്താണുക്കളുടെ ഉൽപാദനം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? പോളിസൈത്തീമിയ. ഓക്സിജന്റെ കുറവ് മൂലം ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ ചുരുങ്ങുന്ന രോഗമാണ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ, അരിവാൾ രോഗം എന്ന് വിളിക്കുന്നതും സിക്കിൾ സെൽ അനീമിയല്ലേ? അരിവാൾ രോഗം എന്ന് വിളിക്കുന്നതും സിക്കിൾ സെൽ അനീമിയ. എന്തായിരുന്നത്? രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ അരിവാൾ പോലെ ചുരുങ്ങി വരുന്ന രോഗമാണ് അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ അനീമിയ. ഇനി മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്ന് വിളിക്കേണ്ടത് ശ്വേതരക്താണുക്കളെയാണ്. രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന രക്തകോശമാണ് ശ്വേതരക്താണുക്കൾ. ഈ പോയിന്റ് വന്നിട്ടുണ്ട്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചേക്കണം. രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന കോശം ഏതാണ്? ശ്വേതരക്താണുക്കളാണ്. ശ്വേതരക്താണുക്കൾ. അടുത്ത നോക്കേ, ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 മുതൽ 15 ദിവസം വരെ ഉള്ളൂ. ശ്വേതരക്താണുക്കളുടെ ശാസ്ത്രീയ നാമം ലൂക്കോസൈറ്റ്. ല്യൂക്കോസൈറ്റ്. അപ്പൊ ലൂക്കോസൈറ്റ് എന്നാണ് ശ്വേത. അപ്പൊ അരുണ രക്താണുക്കളുടെ ശാസ്ത്രീയ നാമം എന്താണ്? എറിത്രോസൈറ്റ്. ശ്വേതരക്താണുക്കളുടെ എന്താണ്? ലൂക്കോസൈറ്റ്. ശ്വേതരക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടിയാലാണ് ലുക്കീമിയ അഥവാ രക്താർബുദം എന്ന് പറയുന്ന അസുഖം നമുക്കുണ്ടാവുന്നത്. അപ്പൊ രക്താർബുദം അഥവാ ലുക്കീമിയ അരുണ രക്താണുക്കളുടെ ഉൽപാദനം അമിതമായി കൂടുമ്പോൾ ഉണ്ടാവുന്ന അവസ്ഥയാണ്. ഏറ്റവും വലിയ ശ്വേതരക്താണുവും ഏറ്റവും ചെറിയ ശ്വേതരക്താണുവിൻ്റെയും പേര് പഠിക്കണം. ഏറ്റവും വലിയ ശ്വേതരക്താണു മോണോസൈറ്റ്. ഇത് അയാളാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കും. അപ്പൊ രോഗപ്രതിരോധത്തിന് പ്രധാന കാരണം ഏതാണ്? ശ്വേതരക്താണുക്കളാണ് രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ശ്വേതരക്താണുവിന്റെ പേരെന്താ? മോണോസൈറ്റ്. എന്താ മോണോസൈറ്റിന്റെ ധർമ്മം? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുക. ഇനി ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതാ നോക്കേ? ലിംബോസൈറ്റ്. ഏറ്റവും വലുത് മോണോസൈറ്റ്, ഏറ്റവും ചെറുതേതാ? ലിംബോസൈറ്റ്. പഠിച്ചട്ടെ കേറാവേ, ലിംബോസൈറ്റ്. ഇവ ലിംബോസൈറ്റ് 2 വിധം ഉണ്ട്. ബി ലിംബോസൈറ്റും ഉണ്ട്, ടി ലിംബോസൈറ്റും ഉണ്ട്. ബി ലിംബോസൈറ്റും ഉണ്ട്, ടി. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരുന്നതാണ്. അപ്പം നമുക്ക് രക്താണുക്കളിൽ വലുതും ചെറുതും പഠിച്ചു. ഏതൊക്കെയാ? രക്താണുക്കളിൽ ശ്വേതരക്താണുക്കളിൽ ഏറ്റവും വലിയ ശ്വേതരക്താണോ മോണോസൈറ്റ്, ഏറ്റവും ചെറിയ ശ്വേതരക്താണു ഏതെന്ന് വെച്ചാൽ ലിംബോസൈറ്റ്. അപ്പോൾ ലിംബോസൈറ്റിലോട്ട് കയറിയപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഇത് 2 വിധം ഉണ്ടെന്ന് പറയാം. എന്താണ് ലിംബോസൈറ്റ്? 2 വിധം, ബിയും ടിയും. ബി ലിംബോസൈറ്റിന്റെ ധർമ്മം ആന്റിബോഡി നിർമ്മിക്കുക. ടി ലിംബോസൈറ്റ് രോഗാണുക്കളെ നേരിട്ട് ആക്രമിക്കുക. രോഗാണുക്കളെ നേരിട്ട് ആക്രമിക്കുന്നത് ടി ലിംബോസൈറ്റ് ആണ്. ഈ ശ്വേത അരുണ രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിലാണ് കേട്ടോ. അപ്പൊ ചുവന്ന രക്താണുക്കളൊക്കെ നിർമ്മിക്കപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ഏതാണ്? അസ്ഥിമജ്ജയിലാണ് ഇത് പറയേണ്ടത്. അടുത്ത നല്ലൊരു ചോദ്യത്തിലേക്ക് വരുന്നു. ശരീരത്തിന്റെ ആയുധപ്പുര, ശരീരത്തിന്റെ പട്ടാള ക്യാമ്പ്, പ്രതിരോധ വ്യവസ്ഥയുടെ കാവൽക്കാരൻ എങ്ങനെ വെക്കുന്ന ഏറ്റവും വലിയ അവയവം എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ പ്ലീഹയാണ്. എന്താണ് പ്ലീഹയ്ക്ക് വിശേഷണങ്ങൾ? ശരീരത്തിലെ ആയുധപ്പുരയെന്നും ശരീരത്തിന്റെ പട്ടാള ക്യാമ്പെന്നും പ്രതിരോധ വ്യവസ്ഥയിലെ ഏറ്റവും വലിയ അവയവം ഏതെന്നും
ഏതെന്ന് ചോദിച്ചാൽ ഏതാ പറയേണ്ടത്? പ്ലീഹയാണ് നമ്മൾ പറയേണ്ടത്. അടുത്തത് ഇമ്പോർട്ടൻറ്റ് 3 പേരുകളെ ഞാൻ പരിചയപ്പെടുത്തിയാണ്. 3 പേരുകൾ: ഒന്ന് ആൽബുമിൻ, 2 ഗ്ലോബുലിൻ, മൂന്നാമത്തത് ഫൈബ്രിനോജൻ. 3 പേരുകളും തെറ്റിപ്പോരുത്. ഒന്നും കൂടെ ആദ്യം പേരുകൾ മനസ്സിലേക്കിട്ട്: 1 ആൽബുമിൻ, 2 ഗ്ലോബുലിൻ, 3 ഫൈബ്രിനോജൻ. 3ഉം പ്ലാസ്മ പ്രോട്ടീൻ ആണ്. 3ന്റെയും ധർമ്മം എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നും കൂടെ പേരുകൾ: ഒന്നാമത്തെ പേര് ഗ്ലോബുലിൻ, രണ്ടാമത്തെ പേര് ആൽബുമിൻ, മൂന്നാമത്തെ പേര് ഫൈബ്രിനോജൻ. സെറ്റാക്കാം. ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. അതായത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേരാണ് ആൽബുമിൻ. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആരാണ്? ആൽബുമിൻ. രോഗപ്രതിരോധത്തെ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീന്റെ പേര് ഗ്ലോബുലിൻ. അപ്പൊ ഏതൊക്കെയായിരുന്നത്? രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്ലാസ്മ പ്രോട്ടീൻ. ആൽബുമിൻ ആണെങ്കിൽ രോഗപ്രതിരോധത്തെ സഹായിക്കുന്നത് ആരാണ്? ഗ്ലോബുലിൻ ആണ്. ഗ്ലോബുലിൻ. അടുത്ത രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ. അപ്പൊ 3ഉം പഠിച്ചു. ഏതൊക്കെയായിരുന്നത്? രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നത് ഏതാണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നത് ആൽബുമിൻ. രോഗപ്രതിരോധത്തെ സഹായിക്കുന്നത് ആരാണ്? ഗ്ലോബുലിൻ ആണ്. രോഗപ്രതിരോധത്തെ സഹായിക്കുന്നത്. പിന്നെ ഏതാണ് നമ്മൾ പഠിച്ചത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഫൈബ്രിനോജൻ. ഓക്കെ, സെറ്റാണ്. ഇനി കരളിൽ നിർമ്മിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഈ ഫൈബ്രിനോജൻ. അങ്ങനെയും ചിലപ്പം ചെയ്യിക്കാം. ഓക്കെ, ഇനി നിങ്ങൾ ഈ രക്തം കട്ടപിടിക്കുക എന്ന് വെച്ചാൽ മനസ്സിൽ ഓടി വരുന്ന ഒരു വിറ്റാമിൻ്റെ പേര് പറയാമോ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ കെ ആണ് അല്ലേ? വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ച്. ലോഹം ചോദിച്ചാൽ ഏത് പറയാം? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം ആണ് അല്ലേ? കാൽസ്യം. ഈ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെറ്റുകളാണ് കേട്ടോ. പ്ലേറ്റ്ലെറ്റുകൾ. അപ്പോൾ 3 എണ്ണം ഒന്നും കൂടെ പറഞ്ഞേ. 3 എണ്ണം അല്ലല്ലോ, 4 എണ്ണം പഠിച്ചില്ലേ? ഏതാ? ഒന്ന് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത്? ഫൈബ്രിനോജൻ. ഒന്ന് നമ്മൾ അവിടെ അത് പഠിച്ചു. ഇനി വിറ്റാമിൻ്റെ പേര് പഠിച്ചു. ഏതാ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ കെ. മൂന്നാമത് പഠിച്ചത് ഏതാ? ലോഹത്തിൻ്റെ പേര്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം ഏതാ? ലോഹം ചോദിച്ചാൽ കാൽസ്യമാണ്. നാലാമത് ഏതാ പഠിച്ചത്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏത്? പ്ലേറ്റ്ലെറ്റുകൾ. പ്ലേറ്റ്ലെറ്റുകൾ. ഓക്കെ, അത് ഇമ്പോർട്ടൻറ്റ്. അപ്പം പ്ലാസ്മ പ്രോട്ടീൻ മറന്നു പോരുത്, വിറ്റാമിൻ മറന്നു പോരുത്, ലോഹം മറന്നു പോരുത്, രക്തകോശം മറന്നു പോരുത്. ഇത് റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. അടുത്തത് നമുക്ക് പലതരം രക്തഗ്രൂപ്പുകളുണ്ട്. ഒ ഗ്രൂപ്പ്, എ ബി ഗ്രൂപ്പ്, എ ബി നെഗറ്റീവ് അല്ലേ? എ ഗ്രൂപ്പ്, ബി ഗ്രൂപ്പ്. അതിൽ ആൻറ്റിജൻ ഇല്ലാത്തത് ഒ ഗ്രൂപ്പിനും ആൻറ്റിബോഡി ഇല്ലാത്തത് എ ബി ഗ്രൂപ്പിനുമാണ് അല്ലേ? ആൻറ്റിബോഡി ഇല്ലാത്തത് ആൻറ്റിബോഡി, അതിൽ തന്നെ എ ബി എന്ന് ഉദ്ദേശിക്കുക അല്ലേ? അപ്പോൾ ആൻറ്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്, ആൻറ്റിബോഡി ഇല്ലാത്തത് എ ബി ഗ്രൂപ്പ്. സാർവിക ദാതാവ് ഒ ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് ഒ ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എ ബി ഗ്രൂപ്പാണ്. സാർവിക ദാതാവ് എന്ന് വിളിക്കുന്നത് ഒ ഗ്രൂപ്പിനെയും സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കുന്നത് എ ബി ഗ്രൂപ്പ്. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ചോദിച്ചാൽ ഒ ഗ്രൂപ്പ് അല്ലേ പറയണ്ടേ? ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത് ഒ ഗ്രൂപ്പ്. ഓയിൽ ഏതാണ്? ഒ പോസിറ്റീവ് എന്ന് തന്നെ എടുത്ത് പറയണേ. ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഒ പോസിറ്റീവ് ആണ്. ഇനി ഏറ്റവും കുറവായി കാണുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? അത് എ ബി ആണ്. എ ബിയിൽ ഏത് പറയാം? നെഗറ്റീവ്. എ ബി നെഗറ്റീവ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകളിൽ കണ്ടുവരുന്നത് ഒ പോസിറ്റീവ്, ഏറ്റവും കുറവ് ആളുകളിൽ കണ്ടുവരുന്ന രക്തഗ്രൂപ്പ് ഏതാ? എ ബി നെഗറ്റീവ് ആണ് നമ്മൾ പറയേണ്ടത്. അടുത്ത നല്ല ക്വസ്റ്റ്യൻ. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു രക്തഗ്രൂപ്പിന്റെ പേരാണ്, അപൂർവം പേർക്ക് മാത്രമേ ഉള്ളൂ ആ ഗ്രൂപ്പ്, ബോംബെ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പം നമുക്ക് അപൂർവമായി മാത്രം കണ്ടുവരുന്ന ഒരു രക്തഗ്രൂപ്പിന്റെ പേര് ചോദിച്ചാൽ ഏതാ? ബോംബെ ഗ്രൂപ്പ് എന്നാണ് പറയേണ്ടത്. ആദ്യമായി നിർമ്മിച്ച അല്ലെങ്കിൽ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ രക്തത്തിന്റെ പേര് ഹീമോപ്യൂവർ എന്നതാണ്. അപ്പൊ കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ രക്തം ഏതാണ്? ഹീമോപ്യൂവർ. രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയത് ആരാന്നറിയാമോ? കാൾ ലാൻഡ് സ്റ്റെയ്നർ. കാൾ ലാൻഡ് സ്റ്റെയ്നർ. രക്തഗ്രൂപ്പുകളെ കണ്ടെത്തിയത് ആരാണ്? കാൾ ലാൻഡ് സ്റ്റെയ്നർ എന്നാണ്. ഒരാൾക്ക് ഒരേ സമയം നമ്മൾ രക്തദാനം ചെയ്യാൻ പോലോ എത്ര മില്ലി ലിറ്റർ ആണ് രക്തം കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാൾക്ക് ഒരേ സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിന്റെ അളവ് എത്രയാണ്? 300 മില്ലി ലിറ്റർ ആണ് രക്തത്തിന്റെ അളവ് ചോദിച്ചാൽ. അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. അടുത്ത പോയിന്റേക്ക്, രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്പിഗ്മോമാനോമീറ്റർ ആണ്.
രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം ഏതാണ്? സ്പിഗ്മോ മാനോമീറ്റർ. രക്തസമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് റിസർപിൻ മരുന്നാണ് സമ്മർദ്ദത്തിന് ഉപയോഗിക്കുന്ന ഔഷധം ഏതെന്ന് വെച്ചാൽ. മനുഷ്യ ശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 ആണ്. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ. ഈ ഒരു മോഡല് LGSനും LDCക്കും ചോദിക്കും. ശുദ്ധരക്തം വഹിക്കുന്ന ആളിനെ ധമനികൾ എന്നാണ് വിളിക്കുന്നത്. അയോഡാട്ട എന്ന് കേട്ടിട്ടില്ലേ? ഏറ്റവും വലിയ ധമനി. അപ്പോൾ അശുദ്ധ രക്തം വഹിക്കുന്ന ആളിനെയാണ് സിരകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴൽ ഏതാ? ധമനികൾ. അശുദ്ധ രക്തം വഹിക്കുന്നത് ആരാണ്? സിരകളാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയുടെ പേര് അധോമഹാസിര എന്നും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയുടെ പേര് അയോട്ട അഥവാ മഹാധമനി എന്നാണ്. ഇത് ഉറപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അയോട്ട പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയുടെ പേരെന്താണ്? അയോട്ട അഥവാ മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിരയുടെ പേരെന്താ? അധോമഹാസിര. ഹൃദയത്തിൽ നിന്നും രക്തത്തിലേക്ക് വഹിക്കുന്ന രക്തക്കുഴൽ, ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലാണ് ധമനി. ആ വരി തെറ്റരുത്. ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിക്കുന്ന രക്തക്കുഴലാണ് ധമനി. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന ആളാണ് സിരകൾ. അപ്പൊ ഹൃദയത്തിൽ നിന്നും രക്തത്തെ കൊണ്ടുവരുന്ന ആളാരാ? ധമനി. രക്തത്തെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ആളാണ് സിരകളാണ്. ഇനി അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആള് പോർട്ടൽ സിരകൾ എന്നാണ് പേര് പറയേണ്ടത്. പോർട്ടൽ സിരകൾ. അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുവരുന്ന ആളാരാണ്? പോർട്ടൽ സിരകൾ. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കുഴലാണ്, ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴൽ ലോമികകൾ എന്ന് വിളിക്കുന്നു. ഇത്രയാണ് അതിന്റെ ബേസ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ നോക്കാം നമുക്ക്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ പറഞ്ഞു വന്നത് ഏതെന്ന് വെച്ചാൽ ധമനിയെ കുറിച്ചും സിരകളെ കുറിച്ചാണ് അല്ലേ? ധമനിയെ കുറിച്ചും സിരകളെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഏതാണ്? അതായത് മനുഷ്യ ശരീരത്തിലെ ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലിനെ ധമനി എന്നും അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലിനെ സിരകൾ എന്നും വിളിക്കുന്നു. ഏറ്റവും വലിയ സിരയുടെ പേര് അധോമഹാസിര എന്നും ഏറ്റവും വലിയ ധമനിയുടെ പേര് അയോട്ട അഥവാ മഹാധമനി എന്നും വിളിക്കുന്നു. ഹൃദയത്തിൽ നിന്നും രക്തത്തെ വഹിച്ചുകൊണ്ടുവരുന്ന രക്തക്കുഴലിന്റെ പേര് ധമനി എന്നും രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലിന്റെ പേര് സിരകളെന്നും അവയവങ്ങളിൽ നിന്നും അവയവങ്ങളിലേക്ക് രക്തം കൊണ്ടുവരുന്നത് ആള് പോർട്ടൽ സിരയെന്നും ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ലോമികകൾ എന്നും വിളിക്കുന്നു. ലോമികകൾ എന്ന് നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന രോഗമാണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് വിളിക്കുന്നത്. നിശബ്ദനായ കൊലയാളി എന്ന് വിളിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദമാണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്ന ഹെപ്പറ്റൈറ്റിസ് ഏറ്റവും മാരകമാണ്. ഹെപ്പറ്റൈറ്റിസ് C ആണ്. നിശബ്ദനായ കൊലയാളി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് C ആണ് നമ്മൾ പറയേണ്ടത്. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാന്ന് ചോദിച്ചാൽ നമുക്കറിയാം കരളാണ് അല്ലേ? ഏറ്റവും വലിയ അവയവം ത്വക്കാണെങ്കിലും ഏറ്റവും വലിയ ഗ്രന്ഥി ഏതെന്ന് ചോദിച്ചാൽ കരളാണെന്നും പറയാം അല്ലേ? ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാ? തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാ? കരള്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാ? തൈറോയിഡ് ഗ്രന്ഥി. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാ? പൈനിയൽ ഗ്രന്ഥി അഥവാ അപ്പോൾ ഏറ്റവും വലിയ ഗ്രന്ഥി കരള്, ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി, ഏറ്റവും ചെറിയ ഗ്രന്ഥി പൈനിയൽ ഗ്രന്ഥി. ഏറ്റവും ചെറിയ ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. മുമ്പ് ഇത് ഞാൻ റിവിഷൻ നടത്തിയിട്ടുണ്ട്. മധുര ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ആരെയാണ്? മധുര ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണിന്റെ പേര് പഠിച്ചു വെച്ചേരെ, ഇൻസുലിനും ഗ്ലൂക്കഗോണും. അപ്പൊ മധുര ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് ആരെയാണ്? പാൻക്രിയാസിനെയാണ്. പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ഏതാണ്? ഇൻസുലിനും ഗ്ലൂക്കഗോണുമാണ്. ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നതും ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നതും ചിത്രശലഭത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോയിഡ് ഗ്രന്ഥിയുടെ രണ്ട് ഹോർമോണിന്റെ പേര് പറഞ്ഞ്, തൈറോക്സിനും കാൽസിട്ടോണിനും. അപ്പൊ പാൻക്രിയാസ് അഥവാ ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ പറ. ആഗ്നേയ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏതാ? ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന തൈറോയിഡ് ഗ്രന്ഥിയുടെ രണ്ട് ഹോർമോണിന്റെ പേര് പറ. തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോയിഡ് ഗ്രന്ഥിയുടെ വിശേഷണം എന്താ? ആദംസ് ആപ്പിൾ എന്ന് വിളിക്കുന്നു. അപ്പൊ മധുര ഗ്രന്ഥി ആരാ? മധുര ഗ്രന്ഥി ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ആണെങ്കിൽ ആദംസ് ആപ്പിൾ ആരാ? ആദംസ് ആപ്പിൾ ആണ് നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥി അല്ലേ? ഇനി ഇതാണ്ട് അടുത്ത വിശേഷണവുമായി ഒരാൾ വരുന്നു. പാരാ തൈറോയിഡ് ഗ്രന്ഥി എന്ന് കേട്ടിട്ടുണ്ടോ? തൈറോയിഡ് ഗ്രന്ഥിയുടെ തൊട്ടടുത്തായിട്ട് പാരാ തൈറോയിഡ് ഗ്രന്ഥി. ഇയാൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് പാരാതെർമോൺ എന്നാണ്.
അതായത് അവരുടെ ധർമ്മം നോക്കെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുകയും ചെയ്യുന്നത് പാരാതെർമോൺ ആണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും അസ്ഥികളിൽ കാൽസ്യം സംഭരിക്കുന്നത് തടയുന്നത് ഹോർമോൺ ഏതാണ്? പാരാതെർമോൺ ആണ്. പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ? ടെറ്റനി. പേശികളെയാ ബാധിക്കുന്നത് കേട്ടോ. അപ്പം ടെറ്റനി ബാധിക്കുന്നത് ഏത് ഹോർമോണിന്റെ കുറവ് മൂലം? പാരാതെർമോണിന്റെയും. പാരാതെർമോണിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ടെറ്റനി ബാധിക്കുന്ന അവയവം ഏതാണ്? പേശികളാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് പഠിച്ചു വെച്ചിരിക്കണേ, 9 മുതൽ 11 വരെയാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് എത്രയാണ്? 9 മുതൽ 11 വരെയാണ്. അടുത്തത് 2 വൃക്കകൾക്ക് മുകളിലായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ കേട്ടിട്ടുണ്ട് അല്ലേ? അതായത് അഡ്രിനാലിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അഡ്രിനാലിൻ. അപ്പോൾ അഡ്രിനൽ ഗ്രന്ഥിക്ക് 2 ഭാഗമുണ്ട്. പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നും അതിൻ്റെ കോർട്ടക്സുകാർക്ക് ഇതിൻ്റെ അകംഭാഗമുണ്ട്, പുറം ഭാഗമുണ്ട്. അഡ്രിനൽ ഗ്രന്ഥിയുടെ പുറം ഭാഗം കോർട്ടക്സുകാര്. ഈ കോർട്ടക്സുകാർ 2 ഹോർമോൺ കൊണ്ടുവരുന്നുണ്ട്. കോർട്ടിസോള്, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോൺ. ഇതെല്ലാം അഡ്രിനൽ ഗ്രന്ഥിയിലെ കോർട്ടക്സുകാർ കൊണ്ടുവരുന്നതാണ്. കോർട്ടിസോള്, അൾഡോസ്റ്റിറോൺ, ലൈംഗിക ഹോർമോണുകളൊക്കെ. അപ്പം ഇത് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ആരെയെന്ന് ചോദിച്ചാൽ കോർട്ടിസോളിനെയാണ് നമ്മൾ പറയേണ്ടത്. സ്ട്രെസ് ഹോർമോൺ എന്ന വിശേഷണമാർക്കാണ്? കോർട്ടിസോളിനാണ് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിന്റെ ജല ലവണ സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ അൾഡോസ്റ്റിറോൺ ആണ്. വൃക്കയിൽ പ്രവർത്തിച്ച് ശരീരത്തിലെ ജലലവണ സന്തുലനാവസ്ഥ നിലനിർത്താനും രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? അൾഡോസ്റ്റിറോൺ ആണ്. അതും ചോദിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ശരീരത്തിൽ വീക്കം വരും, അലർജി വരും അല്ലെ? ഈ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കുക. ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുക. പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കുന്ന ഹോർമോൺ ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് കോർട്ടിസോൾ ആണെന്ന് കേട്ടോ. ഏതൊക്കെയാണ്? നമ്മുടെ ശരീരത്തിൽ വീക്കം, അലർജി എന്നിവ ഇല്ലാതാക്കാനും നമ്മുടെ ആസ്മ, സന്ധിവാതം എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കാനും പ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം മന്ദീഭവിക്കാനും ഉപയോഗിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർട്ടിസോള്. റിവിഷൻ നടത്തി വെച്ചിരിക്കണേ. അടുത്ത ഓക്കെ. അഡ്രിനൽ ഗ്രന്ഥിയുടെ അകംഭാഗം, പുറം ഭാഗം കോർട്ടക്സ് പഠിച്ചു. അകംഭാഗത്തെ വിളിക്കുന്ന പേര് മെഡുല എന്നാണ്. മെഡുല. ഇവരുടെ ഹോർമോണിന്റെ പേര് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനുമാണ്. അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ. എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിൻ. അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നത് അഡ്രിനാലിനെ. അടിയന്തര ഹോർമോൺ എന്ന് വിളിക്കുന്നത് എപ്പിനെഫ്രിൻ അഥവാ അഡ്രിനാലിൻ. സർജിക്കൽ ഹോർമോൺ എന്ന് വിളിക്കുന്നത് നോർ എപ്പിനെഫ്രിൻ അഥവാ നോർ അഡ്രിനാലിനെയാണ്. അപ്പം അഡ്രിനൽ ഗ്രന്ഥിയുടെ അകംഭാഗം ആരാ? മെഡുല. മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണിന്റെ പേര് പറ. എപ്പിനെഫ്രിനും നോൺ എപ്പിനെഫ്രിനും. അടിയന്തര ഹോർമോൺ ഏതാ? എപ്പിനെഫ്രിൻ. സർജിക്കൽ ഹോർമോൺ ഏതാ? നോർ എപ്പിനെഫ്രിൻ. അത്ര ഓർത്ത് വെച്ചിരിക്കുമല്ലോ. അപ്പൊ എപ്പിനെഫ്രിന്റെ മറ്റൊരു പേര് പറ. അഡ്രിനാലിൻ, നോൺ അഡ്രിനാലിൻ. ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ. അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ. യുവത്വ ഗ്രന്ഥി, അതായത് ശൈശവ കാലഘട്ടത്തിൽ വല്ല വികസിക്കുകയും യുവത്വം കഴിഞ്ഞതിന് ശേഷം ഇത് ചുരുങ്ങി പോവുകയും ചെയ്യും. യുവത്വ ഗ്രന്ഥി എന്ന് വിളിക്കുന്നത് തൈമസ് ഗ്രന്ഥിയാണ്. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് യുവത്വ ഹോർമോൺ എന്ന് വിളിക്കുന്ന തൈമോസിൻ. അപ്പോൾ യുവത്വ ഹോർമോൺ ചോദിച്ചാൽ തൈമോസിനും, യുവത്വ ഗ്രന്ഥി ചോദിച്ചാൽ തൈമസ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്. മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നത് ഏതാണ്? പൈനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നതിൻ്റെ ഓർഡറുള്ള കാര്യങ്ങൾ, കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കുന്നു, രാത്രിയാവുന്നു, ഉറങ്ങുന്നു, ഈ ഒരു ദൈനംദിന താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥിയാണ് പൈനിയൽ ഗ്രന്ഥി. അപ്പം മനുഷ്യ ശരീരത്തിലെ ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് വിളിക്കുന്നതിൻ്റെ പൈനിയൽ ഗ്രന്ഥിയാണ്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പരിപാലിക്കുന്ന ഗ്രന്ഥി ഏതാണ്? പൈനിയൽ ഗ്രന്ഥി. പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണാണ് മെലാറ്റോണിനും സെറാട്ടോണിനും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതെന്ന് പരീക്ഷ ചോദിച്ചിട്ടില്ലേ? ഉറങ്ങാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? മെലാറ്റോണിൻ. അപ്പം മെലാറ്റോണിനും സെറാട്ടോണിനും ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? ഏറ്റവും ചെറിയ ഗ്രന്ഥിയായ പൈനിയൽ ഗ്രന്ഥിക്കാരാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഇനി
നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥി അഥവാ പീയൂഷ ഗ്രന്ഥിയാണ്. പയറുവിത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥിയും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. അപ്പൊ നായക ഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. പയറുവിത്തിന്റെ ആകൃതിയിലുള്ള ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. മറ്റൊരു പേര് പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പീയൂഷ ഗ്രന്ഥി എന്നതാണ്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. പറഞ്ഞു വരുന്നത് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? പ്രൊലാക്റ്റിൻ. വളർച്ചാ ഹോർമോൺ എന്നറിയപ്പെടുന്നത് സൊമാറ്റോട്രോപ്പിൻ. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രൊലാക്റ്റിൻ. വളർച്ചാ ഹോർമോൺ ഏതാ? സൊമാറ്റോട്രോപ്പിൻ. നായക ഗ്രന്ഥി ആരാ? പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഈ പറയുന്നതൊക്കെ. ഓക്കെ, അടുത്തത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഗർഭപാത്രത്തിന്റെ സങ്കോചം പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ. ഗർഭപാത്രത്തിന്റെ സങ്കോചം പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത്. ഗർഭപാത്രത്തിന്റെ സങ്കോചത്തിനും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്ന ഹോർമോൺ ഏതാ? ഓക്സിറ്റോസിൻ ആണ്. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തെ സഹായിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ. വാസോപ്രസിൻ അഥവാ ADH എന്ന് വിളിക്കും, ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തെ സഹായിക്കുന്ന ഹോർമോൺ ഏതാ? വാസോപ്രസിൻ. വിശപ്പ് അനുഭവപ്പെടാൻ കാരണമായ ഹോർമോൺ ഗ്രേലിൻ ആണ്. വിശപ്പ് അനുഭവപ്പെടുന്നത് ഏതാ? ഗ്രേലിൻ. അപ്പം ഗർഭപാത്രത്തിന്റെ സങ്കോചവും പ്രസവം സുഗമമാക്കാനും സഹായിക്കുന്നത് ഏതാ? ഓക്സിറ്റോസിൻ. വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീകരണത്തെ സഹായിക്കുന്നത് ആരാ? വാസോപ്രസിൻ. വിശപ്പ് അനുഭവപ്പെടുന്നത് ഏത് ഗ്രന്ഥിയാ? ഹോർമോണ ഗ്രേലിൻ ആണ്. ഓക്കെ, വാസോപ്രസിൻ അതായത് ADS എന്ന് പറയുന്നില്ലേ, ആന്റി ഡൈയൂററ്റിക് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നത്. ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് വിളിക്കുന്നത്. ADHന്റെ കുറവ് മൂലം ADHന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. അപ്പൊ ഡയബറ്റിസ് മെലിറ്റസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടും. ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നെങ്കിൽ ഡയബറ്റിസ് മെലിറ്റസ്. അപ്പൊ ഡയബറ്റിസ് ഇൻസിപ്പിഡസും പഠിച്ചു, ഡയബറ്റിസ് മെലിറ്റസും പഠിച്ചു. ഏതാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്? എന്താ? ADHന്റെ കുറവും ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. എന്താ ഡയബറ്റിസ് മെലിറ്റസ്? ഇൻസുലിന്റെ ഉൽപാദനം കുറയുന്നതിലൂടെ രക്തത്തിലെ ഗ്ലൂക്കോസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്നത് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണാണ് ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. അണ്ഡാശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോൺ ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിന്റെ പേര് ടെസ്റ്റോസ്റ്റിറോൺ. വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാ? ടെസ്റ്റോസ്റ്റിറോൺ. ഒരു പുരുഷ ലൈംഗിക ഹോർമോണിന്റെ പേര് ആൻഡ്രജൻ എന്നും സ്ത്രീ ലൈംഗിക ഹോർമോണിന്റെ പേര് ഈസ്ട്രജൻ എന്നും പറയാം. പുരുഷ ലൈംഗിക ഹോർമോൺ ആൻഡ്രജൻ എന്നും സ്ത്രീ ലൈംഗിക ഹോർമോൺ ഈസ്ട്രജൻ എന്ന് പറയാം. അപ്പം അണ്ഡാശയത്തിൽ ആരൊക്കെയാണ് വരുന്നത്? ഈസ്ട്രജനും പ്രൊജസ്റ്ററോണും. വൃഷ്ണത്തിൽ ആരൊക്കെയാണ് വരുന്നത്? ടെസ്റ്റോസ്റ്റിറോൺ ആണ് വൃഷ്ണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയുടെ പേരെന്താ? ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അഥവാ ഫീമർ ആണ് അല്ലെ. ഏറ്റവും ചെറുതോ? ചെവിയിലെ ഈ സ്റ്റേപ്പിസ് ആണ്. അപ്പം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ അഥവാ തുടയെല്ല്. ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? അത് ചെവിയിലെ സ്റ്റേപ്പിസ് ആണ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹമേതാ? കാൽസ്യം. അസ്ഥികളിൽ ഏറ്റവും കാണുന്ന മൂലകമേതാ? ഓക്സിജൻ. ആവശ്യമായത് കാൽസ്യം വേണം, അതിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്നത് ഓക്സിജൻ ആണ്. അസ്ഥികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ആവശ്യമായ വിറ്റാമിൻ ഏതാ? വിറ്റാമിൻ ഡി. അസ്ഥികളുടെയും പല്ലിന്റെയും എല്ലിന്റെയും വളർച്ചയ്ക്ക് എന്താ വേണ്ടത്? വിറ്റാമിൻ ഡി ആണ്. മനുഷ്യനിലെ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടെണ്ണം വെച്ച കാൽസ്യം ഫോസ്ഫേറ്റും ഉണ്ട്, കാൽസ്യം കാർബണേറ്റും ഉണ്ട്. മനുഷ്യന്റെ അസ്ഥികൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കാൽസ്യം ഫോസ്ഫേറ്റും ഉണ്ട്, കാൽസ്യം കാർബണേറ്റും ഉണ്ട്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം എന്താണ്? കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. അസ്ഥികളുടെ കാഠിന്യത്തിനും ഉണ്ട്. ഈ മനുഷ്യ ശരീരത്തിൽ മൊത്തം നമുക്ക് 206 അസ്ഥികളാണെന്ന് നമുക്കറിയാം അല്ലെ. ഈ നവജാത ശിശുക്കളിൽ അസ്ഥികൾ എത്ര എണ്ണം വരെ വരും? 300 വരെ വരും. അത് പിന്നീട് ചുരുങ്ങി കൃത്യം ഒരു മനുഷ്യനാകുമ്പോൾ അത് എത്രയേ വരത്തുള്ളൂ? 206 അസ്ഥികളാണുള്ളത്. അസ്ഥികളെ കുറിച്ചുള്ള പഠനമല്ലേ ഓസ്റ്റിയോളജി. അസ്ഥികളെ ബാധിക്കുന്ന കുറച്ച് രോഗങ്ങളാണ് റിക്കറ്റ്സ് അഥവാ കണ, ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമലേഷ്യ, ആർത്രൈറ്റിസ്. കേട്ടോ, അസ്ഥികൾക്ക് കുറിച്ചുള്ള പഠനം ഓസ്റ്റിയോളജി. അസ്ഥികളെ ബാധിക്കുന്ന രോഗങ്ങൾ റിക്കറ്റ്സ്, ഓസ്റ്റിയോപോറസിസ്, ഓസ്റ്റിയോമലേഷ്യ, ആർത്രൈറ്റിസ്. സന്ധികളെ ബാധിക്കുന്ന ഒരു രോഗമല്ലേ ആർത്രൈറ്റിസ്. ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കാൻ ഉപയോഗിക്കുന്ന പല്ലിന്റെ പേര് ഉളി
ഉളിപ്പല്ല് എന്നാണ് വിളിക്കുന്നത്. 8 എണ്ണം ഉണ്ട്. നമ്മുടെ ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കുന്ന പല്ല് ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ച് കീറുന്ന പല്ലാണ് കോമ്പല്ല്. കോമ്പല്ല് എന്ന് വിളിക്കുന്നത്. അത് 4 എണ്ണമേ ഉള്ളൂ. അപ്പൊ ആഹാര വസ്തുക്കൾ കടിച്ച് മുറിക്കുന്നതാരാ? ഉളിപ്പല്ല്. ആഹാര വസ്തുക്കൾ കടിച്ച് കീറുന്നതാരാ? കോമ്പല്ല്. ഉളിപ്പല്ല് 8 എണ്ണം ഉണ്ടെങ്കിൽ കോമ്പല്ല് എത്ര എണ്ണമേ ഉള്ളൂ? 4 എണ്ണം ഉണ്ട്. ഇനി ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്ന പല്ലാണ് ചർവണകവും അഗ്രചർവണകവും. ചർവണകം 12 എണ്ണം ഉണ്ട്, അഗ്രചർവണകം 8 എണ്ണമേ ഉള്ളൂ. അപ്പം 4 എണ്ണവും പഠിച്ചു. ഏതൊക്കെയാ നമ്മൾ പറഞ്ഞു? അത് ആഹാരം കടിച്ച് മുറിക്കുന്ന പല്ല്. ഇത് കടിച്ച് മുറിക്കുന്ന പല്ലിൻ്റെ പേര് ഏതാണ്? അത് കോമ്പല്ലല്ല പറയേണ്ടത്, ഉളിപ്പല്ല്. കടിച്ച് കീറുന്ന പല്ലേത്? അത് കോമ്പല്ല്. ചവച്ചരയ്ക്കുന്ന പല്ലേത്? ചർവണകവും അഗ്രചർവണകവും. ഉളിപ്പല്ല് 8 എണ്ണം, കോമ്പല്ല് 4 എണ്ണം, ചർവണകം 12 എണ്ണം, അഗ്രചർവണകം 8 എണ്ണമാണ് ഉള്ളത്. ഓർക്കുക. പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിര ദന്തങ്ങളെ വിളിക്കുന്ന പേര് വിസ്ഡം ടീത്ത് എന്നാണ് വിളിക്കുന്നത്. വിവേകദന്തങ്ങൾ. പ്രായപൂർത്തി ആയ ശേഷം മുളയ്ക്കുന്ന 4 സ്ഥിര ദന്തങ്ങളാണ് വിവേകദന്തങ്ങൾ അഥവാ വിസ്ഡം ടീത്ത്. മനുഷ്യ ശരീരത്തിലെ അരിപ്പ വൃക്കയല്ലേ? മനുഷ്യ ശരീരത്തിലെ രാസപരീക്ഷണശാല കരളല്ലേ? അപ്പൊ മനുഷ്യ ശരീരത്തിന്റെ അരിപ്പ എന്ന് വിളിക്കുന്നത് ഏതാണ്? അരിപ്പ എന്ന് വിളിക്കുന്നത് വൃക്കയും രാസപരീക്ഷണശാല കരളുമാണ്. രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം എന്ന് വിളിക്കേണ്ടത് ഹൃദയമാണ്. രക്തപരിചരണ വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ്? ഹൃദയം. ഇനി ഈ ചെവിയിലെ 3 അസ്ഥികളല്ലേ? മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ്. ഇതിന്റെ ആകൃതികളൊന്ന് നോക്കിയേ. മാലിയസിന്റെ ആകൃതി ചുറ്റികയുടെ ആകൃതി. അപ്പൊ മാല ചുറ്റിയിട്ടു എന്ന് ഓർത്താൽ മതി. മാലിയസിന്റെ ആകൃതി ചുറ്റികയുടെ ആകൃതി. കൂടക്കല്ലിന്റെ ആകൃതിയിലുള്ള അസ്ഥിയാണ് ഇംഗസ്. അപ്പൊ ചെവിയിലെ ഇംഗസിന്റെ ആകൃതിയാണ് കൂടക്കല്ല്. കുതിരലാടത്തിന്റെ ആകൃതിയിലുള്ളത് സ്റ്റേപ്പിസ്. ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് അല്ലേ? ഏറ്റവും ചെറുത്. അപ്പം മാലിയസ്, ഇംഗസ്, സ്റ്റേപ്പിസ് എവിടെ കാണുന്നതാ? ചെവിയിൽ കാണുന്നതാണ്. ചുറ്റികയുടെ ആകൃതിയിൽ ചെവി കാണപ്പെടുന്നത് മാലിയസ്, കൂടക്കല്ലിന്റെ ആകൃതിയിൽ ചെവി കാണുന്നത് ഇംഗസ്, കുതിരലാടത്തിന്റെ ആകൃതിയിൽ ചെവി കാണുന്നത് സ്റ്റേപ്പിസ് ആണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിലെ കോശം ഏതാണ്? റോഡ് കോശമാണ്. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിലെ കോശം ഏതാണ്? കണ്ണിലെ കോശം ഏതെന്ന് ചോദിച്ചാൽ റോഡ് കോശമാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശം ഏതാണ്? അത് റോഡ് കോശമാണ്. അപ്പൊ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കണ്ണിലെ കോശം ഏതാണ്? റോഡ് കോശം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശം ഏതാ? റോഡ് കോശം. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്നത് കോൺ കോശമാണ്. പകൽ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സാധ്യമാവുന്ന കോശം ഏതാണ്? റോഡ് കോൺ കോശം. അപ്പൊ റോഡ് കോശം ഏതാ? നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതും മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന കോശമാണ് റോഡ് കോശം. അടുത്തത് നമ്മുടെ രുചി എന്ന് പറയുന്നത് ആരൊക്കെയാ? മധുരമുണ്ട്, ഉപ്പുണ്ട്, പുളിയുണ്ട്, കയ്പുണ്ട്. പിന്നെ നമുക്കൊരു ഉമാമി എന്നും പറഞ്ഞൊരു രുചിയുണ്ട്. ഉമാമി അറിയാമോ? അതാണ് അജിനോമോട്ടോയുടെ രുചിയുടെ പേരെന്ത്? അജിനോമോട്ടോയുടെ രുചിയുടെ പേര് ഉമാമി എന്ന് വിളിക്കുന്നു. ഇനി പുതിയതായിട്ട് നമ്മൾ കണ്ടുപിടിച്ച ഒരു രുചിയാ കൊഴുപ്പിന്റെ രുചി. അതിനെ ഒലിയോഗസ്റ്റസ് എന്നാണ് വിളിക്കുന്നത്. ഒലിയോഗസ്റ്റസ്. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പം മധുരം, ഉപ്പ്, പുളി, കയ്പ് 4 രുചികൾ പഠിച്ചു. 5ാമതായി വന്ന രുചി ഉമാമി. എവിടത്തെയാ? അജിനോമോട്ടോയുടെ രുചി. ഇനി പുതിയതായിട്ട് കണ്ടുപിടിച്ച കൊഴുപ്പിന്റെ രുചിയുടെ പേരെന്താ? ഒലിയോഗസ്റ്റസ് ആണ് കൊഴുപ്പിന്റെ രുചിയുടെ പേര്. അത് പഠിച്ചു നോക്കുക. തൊണ്ടമുള്ള് ഡിഫ്തീരിയല്ലേ? ആണ്. പക്ഷേ തൊണ്ടമുഴയോ? ഗോയിറ്റർ. തൊണ്ടമുള്ള് എന്നറിയപ്പെടുന്നത് ഡിഫ്തീരിയ, തൊണ്ടമുഴ എന്നറിയപ്പെടുന്നത് ഗോയിറ്റർ. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമല്ലേ ഗോയിറ്റർ. ഡിഫ്തീരിയ എന്താ? ബാക്ടീരിയ അല്ലേ? ഡിഫ്തീരിയ ബാക്ടീരിയയാണ്. ഷിക്ക് ടെസ്റ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ലേ? ഷിക്ക് ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെടുന്നു? ഡിഫ്തീരിയയുമായി ബന്ധപ്പെടുന്നതാണ്. ഡിഫ്തീരിയ ബാധിക്കുന്നത് തൊണ്ടയില. അതുകൊണ്ടാണല്ലോ തൊണ്ടമുള്ള് എന്ന് തന്നെ നമ്മൾ വിളിക്കുന്നത് അല്ലേ? അടുത്തൊക്കെ ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും മാംസ്യം വേണം. ശരിയാണല്ലോ. ബോഡി ബിൽഡേഴ്സ് എന്ന് വിളിക്കുന്നത് മാംസ്യത്തെ അല്ലേ? ആണ്. മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് മരാസ്മസും ക്വാഷിയോർക്കറും. മാംസ്യത്തിന്റെ അഭാവം മൂലം നമുക്കുണ്ടാവുന്ന 2 രോഗങ്ങൾ ഏതൊക്കെയാ? മരാസ്മസും ക്വാഷിയോർക്കറും. മാംസ്യ ചെപ്പുകൾ എന്ന് വിളിക്കുന്നത് പയറുവർഗ്ഗങ്ങളെയാണ്. മാംസ്യ ചെപ്പുകൾ എന്ന് വിളിക്കുന്നത് എന്തിനാ? പയറുവർഗ്ഗങ്ങൾ. മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യമാണെന്ന്. മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിക്കുന്നത് മഗ്നീഷ്യം. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ. അപ്പൊ പ്രോട്ടീൻ മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് ആരൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. ഓക്കെ.
അടുത്തത്, മാംസ്യത്തിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന ശരീരത്തിലെ കോശം റൈബോസോം. അതുകൊണ്ട് കോശത്തിൻ്റെ പ്രോട്ടീൻ ഫാക്ടറി ആരെന്ന് ചോദിച്ചാൽ റൈബോസോം പറയുന്നത്. അതുപോലെ പേശികളിൽ കാണപ്പെടുന്ന മാംസ്യത്തെ മയോപ്സിൻ എന്നും 1 ഗ്രാം മാംസ്യത്തിൽ നിന്നും ലഭിക്കുന്ന ഊർജ്ജം 4 കലോറിയാണെന്ന്. 1 ഗ്രാം മാംസ്യത്തിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം ഏതാണ്? 4 കലോറി. ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വ്യക്തിയുടെ പേര് പഠിച്ചേരെ. നമ്മൾ ഹൃദയം മാറ്റിവെക്കൽ മുമ്പ് പഠിച്ചായിരുന്നു അല്ലേ? ക്രിസ്ത്യൻ ബർണാഡ്, ലോകത്ത് ക്രിസ്ത്യൻ ബർണാഡ്, ഇന്ത്യയിൽ വേണുഗോപാൽ, കേരളത്തിൽ ജോസ് ചാക്കോ പെരിയപുരം. ഇത് പഠിച്ചു വെച്ചേരെ. ആദ്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ജോസഫ് ഇ മുറയും ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്ത ആള് വില്യം ജോഹാൻ കോഫുമാണ്. ആദ്യത്തെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസഫ് ഇ മുറൈ, ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തത് വില്യം ജോഹാൻ കോഫുമാണ്. ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പ് എന്ന് വിളിച്ചാൽ അപൂരിത കൊഴുപ്പാണ്. അപ്പോൾ പൂരിത കൊഴുപ്പും അപൂരിത കൊഴുപ്പും. പക്ഷെ ആരോഗ്യകരമായ കൊഴുപ്പ് അപൂരിത കൊഴുപ്പാണ്. അപൂരിത കൊഴുപ്പിന്റെ ഭൂരിഭാഗത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലിനോലെനിക് ആസിഡ് എന്നാണ്. ആ ആസിഡിന്റെ പേര് ചോദിച്ചാൽ സൂര്യകാന്തി എണ്ണ, കടുകെണ്ണ, ഒലിവെണ്ണ എന്നിവ അപൂരിത കൊഴുപ്പിന് ഉദാഹരണങ്ങളാണ്. രാസസന്ദേശവാഹകർ എന്നാണ് നമ്മുടെ ഹോർമോണുകളെ വിളിക്കുന്നത്. ഹോർമോണിനെ കുറിച്ചുള്ള പഠനമാണ് എൻഡോക്രൈനോളജി. ഹോർമോണിനെ കുറിച്ചുള്ള പഠനം ഏതാണ്? എൻഡോക്രൈനോളജി എന്നാണ്. അന്തസ്രാവി ഗ്രന്ഥികളുടെ സ്രവങ്ങൾ അറിയപ്പെടുന്നതാണ് ഹോർമോണുകൾ. ശരീരത്തിന്റെ തുലന നില പരിപാലിക്കുന്ന ഒരു അവയവം ചോദിച്ചാൽ ചെവിയും, മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ സെറിബെല്ലമോ പറയണ്ടേ. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന അവയവം ചെവി, ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ചോദിച്ചാൽ ഏതാണ് പറയേണ്ടത്? അത് സെറിബെല്ലമാണ് നമ്മൾ പറയേണ്ടത്. ഇനി ഇത് പരീക്ഷയ്ക്ക് ഇപ്പോൾ ആവർത്തിച്ച ഒരു ചോദ്യം. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളി. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാ? യൂസ്റ്റേക്കിയൻ നാളി. ശ്രവണത്തെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ. ഇതൊക്കെ പഠിക്കണേ, ഇതൊക്കെ പഠിച്ചിട്ടേ കയറാവൂ. ശ്രവണത്തെ സഹായിക്കുന്ന ഭാഗം കോക്ലിയ. ശബ്ദ തരംഗങ്ങൾ അനുസരിച്ച് കമ്പനം ചെയ്യുന്ന സ്ഥലം കർണപടം. ലോക ശ്രവണ ദിനം മാർച്ച് 3 ലോക ശ്രവണ ദിനം എന്നാണ് മാർച്ച് 3. കേൾവി പരിശോധിക്കുന്ന ഉപകരണം ഓഡിയോ മീറ്റർ. ഒന്നുകൂടെ പറയാം. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളി. ശ്രവണത്തെ സഹായിക്കുന്ന ചെവിയിലെ ഭാഗം കോക്ലിയ. ശബ്ദ തരംഗങ്ങൾക്കനുസരിച്ച് കമ്പനം ചെയ്യുന്ന ചെവിയിലെ സ്ഥലം കർണപടം. ലോക ശ്രവണ ദിനമെന്ന് മാർച്ച് 3. കേൾവി പരിശോധിക്കുന്ന ഉപകരണം ഏത്? ഓഡിയോ മീറ്റർ. കേൾവിയെ കുറിച്ചുള്ള പഠനം ഓഡിയോളജി. ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം 120 ഡെസിബലിന് മുകളിലാണ് ചെവിക്ക് വേദന ഉണ്ടാവുന്നത്. കരിക്കുഴയല്ല, കൈക്കുഴ, കാൽക്കുഴ എന്നീ ശരീരഭാഗങ്ങളിലെ അസ്ഥിസന്ധിയുടെ പേരാണ് തെന്നി നീങ്ങുന്ന സന്ധി. കൈക്കുഴ, കാൽക്കുഴ ആ ഭാഗം ഉണ്ടല്ലോ, ഇവിടുത്തെ സന്ധിയുടെ പേര് തെന്നി നീങ്ങുന്ന സന്ധി. കഴുത്തിലെ സന്ധിയുടെ പേര് കീലസന്ധി. കഴുത്തിലെ സന്ധി ഏതാണ്? കീലസന്ധിയാണ് കഴുത്തിലെ സന്ധി. അടുത്ത തോളല്, ഇടുപ്പല്ല് എന്നിവയിലെ സന്ധിയാണ് ഗോളസ് സന്ധി. തോളല്, ഇടുപ്പല്ല് എന്നിവയിലെ സന്ധി ഏതാണ്? ഗോളര സന്ധി. കൈമുട്ട്, കാൽമുട്ട് ഇതിലെ സന്ധി വിജാഗിരി സന്ധിയാണ്. കൈമുട്ട്, കാൽമുട്ട്. നൃത്തം, ഓട്ടം, ടൈപ്പ് ചെയ്യൽ തുടങ്ങിയ നിരവധി ചലനങ്ങൾ നടത്താൻ നമ്മെ സഹായിക്കുന്നത് സൈനോവിയൽ ഗ്രന്ഥി സന്ധി എന്നാണ്. നൃത്തം, ഓട്ടം, ടൈപ്പ് ചെയ്യൽ നിരവധി ചലനങ്ങൾ സാധ്യമാക്കുന്ന സന്ധിയാണ് സൈനോവിയൽ സന്ധി. ഇനി അടുത്ത ചെറുകുടൽ സിമ്പിൾ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരേണ്ട എല്ലാം എഴുതിയിട്ടുണ്ട്. ആഹാരത്തിൻ്റെ ദഹനം പൂർത്തീകരിക്കുന്നത്, ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടലിൽ വെച്ചാണ്. അപ്പോൾ ആഹാരത്തിൻ്റെ ദഹനം പൂർത്തീകരിക്കുന്ന അവയവം ഏതാണ്? ചെറുകുടൽ. അങ്ങനെ ആഹാരത്തിന് ആഗിരണം ആരംഭിക്കുന്നതും ചെറുകുടൽ. ഒരു ദഹനം പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയാണ്. ദഹനം പൂർത്തീകരിക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെയാണ്. മനുഷ്യ ശരീരത്തിലെ അന്നപഥത്തിൻ്റെ ഏത് ഭാഗത്താണ് ആഹാരത്തിലെ പോഷക ഘടകങ്ങളെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതെന്ന്? ചെറുകുടൽ ഭാഗത്താണ്. മനുഷ്യനിലെ ഏറ്റവും നീളമുള്ള അവയവം ചെറുകുടലാണ്. ചെറുകുടലിന്റെ നീളം 5 മുതൽ
6 മീറ്റർ വരെ വരാം. അപ്പം മനുഷ്യനിലെ ഏറ്റവും നീളമുള്ള അവയവം ചെറുകുടലാണ്. ചെറുകുടൽ 5 മുതൽ 6 മീറ്റർ വരെ വരാം. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലുള്ള സൂക്ഷ്മ ഭാഗങ്ങളെ വില്ലസുകൾ എന്ന് വിളിക്കുന്നു. ഇമ്പോർട്ടൻറ്റ് തുടക്കക്കാരൊക്കെ ഇത് ഇമ്പോർട്ടൻറ്റ്, PSCക്ക് ആവർത്തിച്ച ചോദ്യം. ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണുന്ന വിരലുകൾ പോലെയുള്ള സൂക്ഷ്മ ഭാഗങ്ങളെ വില്ലസുകൾ. വൻകുടലിന് 3 ഭാഗങ്ങളുണ്ട്. സീക്കം, കോളൻ, റെക്ടം എന്നതാണ് വൻകുടലിന്റെ 3 ഭാഗം. സീക്കൻ, കോളൻ, റെക്ടം. വൻകുടലിന്റെ ഏറ്റവും വലിയ ഭാഗത്തെ കോളൻ എന്നും വൻകുടലിന്റെ നീളം 1.5 മീറ്റർ ആണ്. വൻകുടലിന് 1.5 മീറ്റർ ആണ് നീളം. അതിൽ ഏറ്റവും വലിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ കോളനാണ് പറയുന്നത്. വൻകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെയും ബി കോംപ്ലക്സുകാരും. വൻകുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെയും ബി കോംപ്ലക്സും. ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29. ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3. ഇന്ത്യൻ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് 3. അപ്പോൾ ലോക ഹൃദയ ദിനം സെപ്റ്റംബർ 29, ലോക ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഡിസംബർ 3, ഇന്ത്യൻ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ഓഗസ്റ്റ് 3. ഓക്കെ, ഒരുവിധം ഓട്ടിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എന്നാലും എല്ലാം നല്ല പോയിന്റ്. ഇന്ന് തന്നിരിക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യനും മാറ്റരുത്, എല്ലാം പഠിച്ചേ പറ്റൂ. പാർട്ട് 1 ആയോളെ ബയോളജിയിലെ അടിസ്ഥാനം ബയോളജി നിങ്ങൾ ടോപ്പിക് അനുസരിച്ച് അങ്ങ് പഠിച്ചോ. ഇതുപോലെ ആവർത്തിക്കുന്ന ഈ ഒരു 5 വർഷത്തെ ചോദ്യ പേപ്പറിൽ നിന്ന് കണക്ട് ചെയ്ത് കുറച്ച് ഭാഗങ്ങളാണ് എഴുതിക്കൊണ്ടുവന്നത്. ഹോർമോണുകളായാലും ഗ്രന്ഥികളായാലും കരളുകളായാലും പ്ലാസ്മ പ്രോട്ടീൻ ആയാലും കോശമായാലും എല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇന്ന് കേട്ടതിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം നിങ്ങൾക്ക് പഠിച്ചവർക്ക് എളുപ്പമായി കാണും. പക്ഷെ തുടക്കക്കാർ പഠിച്ചോ, ഇത് ഉറപ്പായിട്ട് പഠിച്ചോ, ഒരു മാർക്ക് ഉറപ്പാണ്. പാർട്ട് 2 ആയിട്ട് ഉടനെ ഞാൻ വരാം. ബയോളജി തീർന്ന പിന്നെ ഫിസിക്സിൻ്റെ ബേസിക് ഫാക്ട്സുകൾ, ഇതുപോലെ കെമിസ്ട്രി, ഇങ്ങനെ ഓരോ സെക്ഷൻ ആകുമ്പം ബേസിക്കുകളെല്ലാം അങ്ങ് തെറ്റാതെ പോകുമല്ലോ. അതങ്ങ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഒത്തിരി സമയം എടുത്തോന്ന് അറിഞ്ഞുകൂടാ, എന്നാലും കുറേ നല്ല കാര്യങ്ങൾ ഇന്ന് പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സയൻസിൽ ഒതുങ്ങിയതാ അല്ലേ. കേരളവും GK ഒന്നും ഞാൻ തൊട്ടില്ല, ഒരെണ്ണത്തിലും ഒന്നും ഞാൻ കൈ കടത്തിയില്ല. കണക്ട് ചെയ്താൽ എനിക്കറിയാം ഞാൻ കയറി അങ്ങ് പോകും. അവസാനം നിങ്ങളുടെ കോൺസെൻട്രേഷൻ സയൻസിൽ നിന്ന് അങ്ങ് മാറിപ്പോകുന്നു. അതുകൊണ്ട് സയൻസ് എന്ന ലോകത്തിലൂടെ പോയതുകൊണ്ട് ആ പാർട്ട് 1 ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ വേണേ, അതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇത്രയും ആത്മാർത്ഥമായിട്ട് ഒരാൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കത് പ്രയോജനപ്പെട്ട ഒരെണ്ണം അത് ചോദിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് തന്നെ. അത് നിങ്ങൾ നല്ലവണ്ണം മറക്കാതെ എഴുതണേ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ ഇടുക. എന്നാൽ കഴിയുന്ന സപ്പോർട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.